Then good afternoon all. നമ്മൾ alternating currentന്റെ തേർഡ് ക്ലാസ് ആണ്. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the RMS value of current if its instantaneous current value is 8 sin 340 t? Okay. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ RMS വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് I equal to I naught sin omega t എന്നാണ്. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് I naught sin omega t എന്ന് പറയുന്നത് 8 sin 340 t ആണ്. IRMS എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം IRMS എന്ന് പറയുന്നത് I naught divided by root 2 ആണ്. ഈ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ I naught എന്ന് പറയുന്നത് എത്രയാണ്? I naught എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ IRMS എന്ത് വരും? IRMS equal to 8 by root 2. പക്ഷേ നമുക്കിപ്പോൾ IRMS 8 by root 2 എന്ന് കിട്ടി. നമ്മൾ ഓപ്ഷൻസിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ 8 by root 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ഇല്ല. സോ നമുക്ക് തന്നിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 8 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 into 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 4 into 2 divided by root 2. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇപ്പൊ നമ്മൾ എഴുതിയ സംഭവം എന്തില്ല? ഓപ്ഷനിലില്ല. ദെൻ ഇനിയും നമ്മൾ അതിനെ മാറ്റി എഴുതേണ്ടതുണ്ട്. സോ 4 into root 2 root 2 ഞാൻ 4 into 2 by root 2 അതാണല്ലോ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതില് ഈ ഒരു 2 ഞാൻ എന്ത് എഴുതുന്നു? root 2 into root 2 എന്ന് എഴുതാണ്. ഓക്കെ, അതായത് root 2 square എന്ന് പറയുമ്പോൾ 2 divided by root 2 എന്ന് എഴുതി. സോ ഒരു റൂട്ടും ന്യൂമറേറ്ററിലുള്ള ഒരു റൂട്ടും കൂടി തമ്മിൽ ക്യാൻസൽ ആയി ഫൈനലായിട്ട് നമുക്ക് 4 root 2 ആൻസർ കിട്ടി. ഈ ഒരു ആൻസർ ഇവിടെ സി ഓപ്ഷൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 4 root 2 ആംപിയർ ആണ് നമ്മൾ IRMS എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Then next question. What will be the RMS value of voltage if the sinusoidal value voltage is given as E equal to 100 sin 314 t applied across resistance of resistance 50 ohms. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ എക്സ്ട്രാ ഒരു റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. പക്ഷെ RMS വാല്യൂ കാണാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് കാണാം. നമുക്ക് ഈ RMS എന്ന് പറയുന്നത് എന്താണ്? ഈ RMS എന്ന് പറയുന്നത് E naught divided by root 2 ആണ്. E naught എന്ന് പറയുന്നത് എന്താണ്? E max ആണ് അല്ലെ? നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് EMF ആണ്. അപ്പൊ E naught എത്രയും തന്നിട്ട് 100 sin 314 t തന്നിട്ടുണ്ട്. സോ E naught എന്ന് പറയുന്നത് 100 ആണ്. സോ 100 by root 2. root 2ന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. 0.707. 0.707 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്താ? 0.707 into 100 എന്ന് എഴുതാലോ. 0.707 into 100 നമ്മൾ എന്ത് എഴുതാൻ പറ്റും? 70.71 വോൾട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ഈ RMS, അതായത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നേരത്തെ കണ്ടതിന് IRMS കണ്ടതുപോലെ തന്നെ രണ്ടിന്റെയും മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ റൂട്ട് 2 ആണ് നമ്മൾ എന്ത് RMS വാല്യൂ. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻസ് വാല്യൂ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ,
ഇപ്പൊ എക്സ്പ്ലനേഷൻ കാണിച്ചിട്ടുള്ളതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇല്ല. സോ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും കൊടുത്തിട്ടുള്ളത് എന്താണ്? RMS വാല്യൂ കാണാനാണ്. ഇവിടെയുള്ള ഒരു ഡിഫറൻസ് എന്താണ്? RMS വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ സർക്യൂട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സർക്യൂട്ടിലുള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 50 ഓം റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ഉണ്ട്. കണക്റ്റഡ് അക്രോസ് AC സോഴ്സ് ഓഫ് 200 വോൾട്ട് 50 ഹെർട്സ് സോഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മോട് തന്നിട്ടുള്ളത് എന്താണ്? സോഴ്സിന്റെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ദെൻ RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ RMS വാല്യൂ ഓഫ് കറണ്ട് IRMS എന്ന് പറയുന്നത് എന്താണ്? ഈ RMS ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അതായത് I = V/R ആണല്ലോ. പക്ഷെ നമുക്കിവിടെ IRMS തന്നിട്ട് ERMS എന്താണ്? നമുക്കറിയാം, ഏതൊരു എക്യുപ്മെന്റിനെയും ഏതൊരു സോഴ്സിനെയും നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് എന്തിന്റെ ടൈമിലായിരിക്കും? RMS വാല്യൂവിലാണ്, നോട്ട് ഇൻ പീക്ക് വാല്യൂ. അപ്പൊ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് RMS വാല്യൂ തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? IRMS എന്ന് പറയുന്നത് ERMS എത്രയാണ്? 200 ആണെന്ന് അറിയാം. 200 ഡിവൈഡ് ബൈ 50 എന്ത് കിട്ടും നമുക്ക്? 20/5. 0 കട്ടായി 20/5 പറയുമ്പോൾ 4 ആംപിയർ. ഓക്കെ, എല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ആൻസറിലേക്ക് എത്തുന്ന രീതി ഡിഫറെന്റ് ആയതുകൊണ്ടാണ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ഒന്ന് കാണിക്കാം. ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിക്കേ. എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്? IRMS എന്ന് പറയുമ്പോൾ ERMS ഡിവൈഡ് ബൈ R ആണ്. ERMS 200 വോൾട്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. റെസിസ്റ്റൻസ് 50 ഓം ആണ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ 4 ആംപിയർ എന്ന് കിട്ടി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ RMS വാല്യൂ ഓഫ് RMS വോൾട്ടേജ് ഇഫ് ദ പീക്ക് വാല്യൂ ഓഫ് an AC വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് ആണ്. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 300 ആണെന്ന് ഡയറക്റ്റ് തന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്നും നോക്കാനില്ല. എന്താ ഉള്ളത്? 300 പീക്ക് വാല്യൂ 300 ആണെന്നുണ്ടെങ്കിൽ ERMS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 300/√2 ആണ്. സോ 300 into 0.707. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 into 70.71. അതെന്ന് പറയുന്നത് എത്രയാണ്? 212.1 ആണ്. ഓക്കെ, 212.1 വോൾട്ട് ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 212.1 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും കാണിക്കാതെ പോകുന്നത്. ഓക്കെ, next question. Okay, find out the net power consumed over a full cycle if a 150 ohm resistor is connected to a 350 volt 100 hertz AC supply. Then power ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ സോഴ്സിന്റെ റേറ്റിംഗ് തന്നിട്ടുണ്ട്. അപ്പൊ റേറ്റിംഗിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? RMS വാല്യൂ ആണ്. ദെൻ നമുക്ക് 150 ഓം റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പവർ ആണ് ചോദിക്കുന്നത് ആണല്ലോ. അപ്പൊ പവർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം V into I ആണ്. അപ്പോൾ RMS വാല്യൂവിന്റെ ടേമിലാണെന്നുണ്ടെങ്കിൽ P എന്ന് പറയുന്നത് എന്താണ്?
ERMS into IRMS ആണ്. ERMS ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. then IRMS നമ്മൾ ഫൈൻഡ് ചെയ്യണം. ERMS-ഉം R ഉം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് IRMS എങ്ങനെ കണ്ടെത്താം? IRMS equal to ERMS divided by R ആണ്. സോ സിമ്പിൾ ആണ്. ERMS എന്ന് പറയുന്നത് 350 വോൾട്ട് ആണ്. then റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ഓം ആണ്. then 0 ക്യാൻസൽ ആയി. then ആൻസർ എന്ന് പറയുമ്പോൾ ERMS equal to 2.3 ആംപിയർ ആണ് കിട്ടി. സോ IRMS 2.3 ആംപിയർ ആണ്. then VRMS 350 വോൾട്ട് ആണ്. then P ആവറേജ് എന്തായിരിക്കും? അപ്പോൾ P ആവറേജ് equal to ERMS into IRMS ആണ്. ഓക്കെ, then വാല്യൂ പുട്ട് ചെയ്യുന്നു. 350 into 2.3. ഫൈനൽ ആൻസർ എന്താണ് നമുക്ക് കിട്ടുക? then ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 805 വാട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് സോഴ്സിന്റെ റേറ്റിംഗ് തരുന്നത് ഏതിന്റെ ടേമിലാണ്? RMS വാല്യൂന്റെ ടേമിലാണ്. സോ ERMS ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പവർ എന്ന് പറയുമ്പോൾ ERMS into IRMS. സോ ERMS-ഉം റെസിസ്റ്റൻസും യൂസ് ചെയ്തിട്ട് IRMS കണ്ടു. IRMS-ന്റെയും ERMS-ന്റെയും പ്രൊഡക്റ്റ് വാല്യൂ ആണ് എന്ത്? പവർ എന്ന് പറയുന്നത്. സോ പവർ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. When a sinusoidal voltage E equal to 200 sin 314 t is applied to resistor of 10 ohm resistance, the power dissipated is 250 watt. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ട്രൂ ആണോ ഫോൾസ് ആണോ തന്നിട്ടുള്ളത്. അതായത് വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ദെൻ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ 250 വാട്ട് ആണെന്നാണ് തന്നിട്ടുള്ളത്. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 sin omega t. E0 sin omega t നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പീക്ക് വാല്യൂ ഉണ്ട്. പീക്ക് വാല്യൂ കിട്ടിയാൽ നമുക്ക് പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്? RMS വാല്യൂ കിട്ടണം. അപ്പോൾ ഈ RMS നമുക്ക് എന്ത് ചെയ്യാം? E0 ഡിവൈഡ് ബൈ √2 ചെയ്താൽ E0 എന്താണ് തന്നിട്ടുള്ളത്? 50 ആണ് തന്നിട്ടുണ്ട്. സോ 50 ബൈ √2. ദെൻ ERMS എന്ന് പറയുന്നത് 35.35 വോൾട്ട് ആണ്. ദെൻ IRMS എന്ത്? ERMS-ഉം റെസിസ്റ്റൻസും യൂസ് ചെയ്തിട്ട് IRMS കാണാം. ERMS ഡിവൈഡ് ബൈ ദാറ്റ് മീൻസ് ERMS എന്ന് പറഞ്ഞാൽ 35.5 ഡിവൈഡ് ബൈ 5 ഓം റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഓക്കെ, ദെൻ IRMS എന്ന് പറയുന്നത് 7.07 ആംപിയർ എന്ന് കിട്ടി. ദെൻ പവർ ഡെസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്തു. ദെൻ പവർ ഡെസിപ്പേറ്റഡ് എന്ന് പറയുന്നത് 249.92 വാട്ട് ആണ് എന്നുള്ളത് ഫൈനലായിട്ട് ആൻസർ കിട്ടി. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് ഡയറക്റ്റ് പോയിട്ട് ആൻസറിലേക്ക് കാണിച്ചു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In which type of circuit the value of power factor will be minimum? ഏത് സർക്യൂട്ടിലാണ് പവർ ഫാക്ടർ മിനിമം ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പവർ ഫാക്ടർ ഏറ്റവും മിനിമം ആയിട്ടുള്ളത് ഇവിടെ തന്ന ഓപ്ഷനിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, സൂപ്പർ കണ്ടക്റ്റീവ്, സെമി കണ്ടക്റ്റീവ്. ഈ രണ്ട് ഓപ്ഷനും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് അപ്പൊ നമുക്ക് ഇവിടെ രണ്ടോ ഓപ്ഷൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. റെസിസ്റ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പവർ ഫാക്ടർ ഏറ്റവും മിനിമം ആയിട്ടുള്ളത് എവിടെയാണ്? അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം cos φ ആണ്. cos φ-ന്റെ വാല്യൂ ഏത് ഇതിലാണ് ഏറ്റവും മിനിമം ആയിട്ടുള്ളത്? 5. തീറ്റന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ 5/2 എന്തുള്ളത്? മിനിമം cos φ-ന്റെ വാല്യൂ ഉള്ളത് ആണല്ലോ.
അപ്പൊ ഈ cos ഫൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, പൈ എന്ന് പറയുന്നത് 0 അല്ല സോറി, പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ മാക്സിമം വാല്യൂ ആണല്ലോ. അപ്പൊ പൈ എന്ന് പറയുന്നത് π/2 ഉള്ളത് ആർക്കാണ്, ഇൻഡക്റ്റീവ് നേച്ചർ ഉള്ള സർക്യൂട്ടിനാണ്. സോ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ് എന്തുള്ളത്, പവർ ഫാക്ടർ മിനിമം ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. At what frequency will a coil which has an inductance of 2.5 Henry have a reactance of 3500 ohm? അതായത് ഏത് ഫ്രീക്വൻസിയിലാണ് 2.5 ഹെൻറി ഇൻഡക്ടൻസ് ഉള്ള ഒരു കോയിലിന് റിയാക്ടൻസ് എന്ന് പറയുന്നത് 3500 ഓം ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ പറയുക, എക്സലിന്റെ ഇക്വേഷന് നമുക്കറിയാം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു എൽ ആണ്. ദാറ്റ് മീൻസ് 2πf ഇൻറ്റു എൽ ആണ്. സോ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഫ്രീക്വൻസി ആണ് നമ്മളോട് കാണാൻ മനസ്സിലാവും. അപ്പൊ എഫ് ഈക്വൽ ടു എന്ത് വരും, എക്സൽ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എൽ. അപ്പൊ എക്സൽ എത്ര തന്നിട്ടുള്ളത്, 3500 ഡിവൈഡ് ബൈ 2 ഇൻറ്റു പൈന്റെ വാല്യൂ എത്രയാണ്, 3.14 ഇൻറ്റു എല്ലിന്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്, 2.5 ഹെൻറി ആണ്. സോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 22.9 ഹെർട്സ് എന്ന് കിട്ടും. സോ ആൻസറിൽ 22.9 എന്ന് പറയുമ്പോൾ റൗണ്ട് ചെയ്തിട്ട് എന്ത് വരും, 22 ആണ്, സോറി 223 ഹെർട്സ് എന്താണ് റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വരാനില്ല, ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Why does an inductor offer an AC path to DC and a resistive path to AC? എന്തുകൊണ്ടാണ് ഒരു ഇൻഡക്ടർ ഡിസിക്ക് ഈസി പാത്തും എസിക്ക് റെസിസ്റ്റീവ് പാത്തും ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. കറക്റ്റ് ആൻസർ എന്താണ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് പറയാം, എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് പറയാം. അപ്പൊ നമുക്കറിയാം ഡി സിയിൽ എങ്ങനെയാണ്, ഡി സിയിൽ എന്ന് പറയുമ്പോൾ എഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. നമുക്കറിയാം എക്സൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറയുന്നത് എഫിന് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്, 2πf ഇൻറ്റു എൽ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഡി സിയിൽ ഫ്രീക്വൻസി 0 ആവുമ്പോ അവിടെ എക്സൽ എന്തായിരിക്കും, എക്സലും ഓട്ടോമാറ്റിക്കലി എഫ് 0 ആയാൽ എക്സലും എഫ് ഈക്വൽ ടു സോറി if f equal to 0 xl automatically എന്താവും, 0 ആവും. അതായത് xl is 0 for DC has a finite value for AC. അതായത് ACക്ക് ഫ്രീക്വൻസി സം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട് ഫോർ AC. ഇത് പറയുന്നത് DCന്റെ കേസ് ആണ്. ഫോർ ACക്ക് എന്തുണ്ട്, സം വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. സോ proportional to that value AC have some value of inductive reactance also. So എന്ത് നമുക്ക് പറയാം, XL is 0 for DC and has a finite value for AC. Okay, so option C is the correct answer. Okay, then next question like പോവാം. Determine the peak current if an inductor of inductance 500 millihenry connected to an AC source of peak EMF 650 volt and frequency 100 Hz. അതായത് കറണ്ടിന്റെ പീക്ക് വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 500
ഹെൻറി ആണ് തന്നിട്ടുള്ളത്. അത് കണക്ട് ചെയ്തിട്ടുള്ളത് 650 വോൾട്ട് പീക്ക് EMF-ലേക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെർട്സും ആണ്. അങ്ങനെയാണെങ്കിൽ പീക്ക് കറണ്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഡക്റ്റൻസിന്റെ ടേമിൽ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം പീക്ക് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഉള്ള റെസിസ്റ്റൻസ് നമ്മൾ എന്താ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആക്കിയിട്ടാണ് റെസിസ്റ്റൻസ് എടുക്കുക. കറണ്ട് എന്ന് പറയുമ്പോൾ അതിന് സിംപ്ലി E/R ആണ്. ഇവിടെ R എന്ന് പറയുന്നത് എന്തിന്റെ ടേമിലാണ് വരുന്നത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ടേമിൽ. അതാണ് ഇവിടെ I0 ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ XL എന്നുള്ളത്. E0 പറയുമ്പോൾ പീക്ക് വാല്യൂ, നമുക്ക് പീക്ക് കറണ്ടാ ചോദിച്ചത്. സോ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, പീക്ക് കറണ്ട് ഫൈൻഡ് ചെയ്യുന്നത്. സോ പീക്ക് വാല്യൂ 650 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. I0 ഈക്വൽ ടു 650 ഡിവൈഡ് ബൈ XL എന്ന് പറയുമ്പോൾ എന്താണ്? 2πf into L. ഇതിലിപ്പോ എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. 2 പൈ എന്ന് പറയുമ്പോൾ 3.14 ആണ്. ദെൻ എഫ് എന്ന് പറയുന്നത് 100 ഹെർട്സ് ആണ്. ദെൻ എൽ എന്ന് പറയുന്നത് എന്താണ്? 500 മില്ലി ഹെൻറി. 500 മില്ലി ഹെൻറി എന്ന് പറയുമ്പോൾ 500 into 10⁻⁻3. സോ 500നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 5 into 10⁻². അപ്പോൾ 2ഉം ഇവിടെ 10⁻²ല് 2ഉം 10⁻⁻3ല് -3 കൂടി ചേർന്നിട്ട് 5 into 10⁻⁻1. അതെങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാലോ. 2 - 3 എന്ന് പറയുന്നത് എത്രയാണ്? -1. സോ 5 into 10⁻⁻1നെയാണ് നമ്മളിവിടെ 0.5 ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. ദെൻ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ദെൻ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ 2.07 ആംപിയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടി. സോ the peak current is equal to 2.07 ampere. Okay. Then next question നോക്കാം. A capacitor of capacitance 10 microfarad connected to an oscillator giving an output voltage E equal to sin omega t volt. Sorry, E equal to 10 sin omega t volt. If omega equal to 10 radians per second, find the peak current in the circuit. അപ്പോൾ പീക്ക് കറണ്ട് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കാണണം? ആദ്യം I ആണ് കാണുന്നത്. I എന്ന് പറയുമ്പോൾ I0 എന്ന് പറയുമ്പോൾ E0 ഡിവൈഡ് ബൈ R ആണ്. ഇവിടെ കപ്പാസിറ്ററിന്റെ ടേമിലാവുമ്പോൾ നമുക്ക് R-നെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം? E0 ഡിവൈഡ് ബൈ XC. XC എന്ന് പറയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. XC എന്ന് പറയുമ്പോൾ എന്താണ്? 1/ωc ആണ്. 1/ωc എന്ന് പറയുമ്പോൾ 1/2π. സോറി, നമുക്ക് ഇവിടെ ഒമേഗ ഡയറക്റ്റ് തന്നതുകൊണ്ട് നമുക്ക് എന്തിന്റെ 1/2πfc ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒമേഗനെ 2πf-ലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒമേഗന്റെ വാല്യൂ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഒമേഗന്റെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് പുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒമേഗന്റെ വാല്യൂയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ ഒമേഗ എന്ന് പറയുന്നത് 10 ആണ്. ദെൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 10 മൈക്രോ ഫാരഡ്. 10 മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10 × 10⁻⁶. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 10, ഇവിടെ 10⁻1, 10⁻1, 10⁻2, 10⁻2 - 6, അതായത് 10⁻4, സോറി 10⁻2. ഈ രണ്ട് 10 കൂടി കൂടിയിട്ട് എന്ത് വരും? 10⁻2. 2 - 6 പറയുമ്പോൾ 10⁻4 വന്നു. 10⁻4. ഈ 10⁻4 മുകളിൽ പോകുമ്പോൾ 10⁻4. അതായത് എക്സിന്റെ വാല്യൂ 10⁻4 ആണ് കിട്ടി. ദെൻ E0ഉം XCയും അറിയാമെന്നുണ്ടെങ്കിൽ I0ന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. E0 എത്രയാണ്?
10 divided by 10 raised to 4. Then 10 raised to 4 മുകളിൽ പോകുമ്പോൾ എന്താ വരും? 10 into 10 raised to minus 4. 10 into 10 raised to minus 4 എത്രയാണ്? 10 raised to minus 3. 10 raised to minus 3 നമുക്ക് എന്ത് എഴുതാം? 1 into 10 raised to minus 3 എഴുതാം. 10 raised to ampere അല്ലേ? Sorry, okay. 1 into 10 raised to minus 3 ampere. 1 into 10 raised to minus 3 ampere എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10 raised to minus 3 നമ്മൾ എന്താ മില്ലിന്റെ ടേമിലേക്ക് മാറ്റിയാൽ 1 milli ampere. സോ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സലിന്റെ ടേമിൽ ഐ നോട്ട് ഫൈൻഡ് ചെയ്തു. ദെൻ ഹിയർ എക്സിന്റെ ടേമിൽ നമ്മൾ ഐ നോട്ട് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. Determine the impedance of a series LCR circuit if the reactance of capacitor C and L are then reactance C and L are 250 ohm and 220 ohm respectively and R is 40 ohm. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംപെഡൻസ് കാണാനെന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് അറിയുന്ന ഇക്വേഷൻ ആണ്. ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഇംപെഡൻസ് Z equal to root of R square plus XL minus XC all square ആണ്. ഓക്കെ, R square എത്ര തന്നിട്ടുള്ളത്? 40 ohm ആണ് തന്നിട്ടുണ്ട്. 40 square plus XL minus XC 250 minus 220 all square എന്ത് വരും? root of 40 square plus 250 minus 220 പറയുമ്പോൾ 30 square. ഓക്കെ, ജസ്റ്റ് നമ്മൾ പുട്ട് ചെയ്ത് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് എന്തായിരിക്കും? ടെന്ന് വേണമെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ട് എന്തെഴുതാം? 4 സ്ക്വയർ 10 സ്ക്വയർ പുറത്തേക്ക് എടുക്കാം അല്ലേ? നമുക്ക് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് 40 സ്ക്വയറിന് 4 into 10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അഗൈൻ 30 സ്ക്വയറിന് 3 into 10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ദെൻ 10 സ്ക്വയർ രണ്ടിലും കോമൺ ആണ്. റൂട്ട് ഓഫ് 10 സ്ക്വയർ into 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണല്ലോ. ദെൻ 10 സ്ക്വയർ പുറത്തേക്ക് വന്നാൽ 10 റൂട്ട് 10 സ്ക്വയർ പുറത്തേക്ക് വന്നാൽ 10 then 10 into 4 square plus 3 square അതായത് 16 root of 16 4 square 16 plus 3 square 9. സോ എന്താണ്? ജസ്റ്റ് കാണിക്കാൻ അറിയുന്നത് തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കാണിക്കുന്നേ ഉള്ളൂ. 10 into root 16 plus 9 25 root 25 എന്ന് പറയുമ്പോൾ 10 into 5. ഫൈനൽ ആൻസർ is 50. Okay, so final answer 50 ohm കിട്ടി. Then this option C is the correct answer. Okay, then next question ലേക്ക് പോവാം. An inductor coil joined to a 6-volt battery draws a steady current of 12 ampere. 6-volt battery 12 ampere draw ചെയ്യുന്നുണ്ട്. This coil is connected in series to a capacitor and AC source of alternating EMF 6 volt. അതായത് ഒരു ഇൻഡക്ടർ 60 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഡക്ടർ കപ്പാസിറ്ററിനായിട്ട് എന്താക്കുന്നതാണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ആ കപ്പാസിറ്റർ എന്ന് പറയുന്നത് AC സോഴ്സിനായിട്ട് കണക്ട് 6 വോൾട്ട് EMF ഉള്ള ഒരു AC സോഴ്സിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ EMF ഫൈൻഡ് ദ RMS കറന്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്
കറണ്ട് എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് EMF ആണെന്നുണ്ടെങ്കിൽ RMS കറണ്ട് കാണാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇൻ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ജസ്റ്റ് നമുക്ക് R ആണെന്ന് അറിയാം. റെസിസ്റ്റൻസിന്റെ കേസിലാണ് എന്ത് വരിക, ഇൻ ഫേസ് വരിക. അപ്പൊ R എന്ന് പറയുമ്പോൾ V/I ഇൻ ഫേസ് ആകുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു ഫേസ് ഡിഫറൻസിന്റെ ഫൈൻഡ് ടേം ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇവിടെ R ഈക്വൽ ടു V/I എന്ന് കൊടുത്തത്. V എന്ന് പറയുന്നത് 6 ആണ്. ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 12 ആണ്. സോ R ഈക്വൽ ടു 0.5 ഓം ആണ്. ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ ഫേസ് ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞു നമ്മളോട്, ഇൻ ഫേസിലാണ്. അപ്പൊ ഇംപെഡൻസ് Z ഈക്വൽ ടു എന്താണ്, RN ആയിരിക്കും. RN എന്ന് പറയുന്നത് 0.5 ഓം ആണ്. ദെൻ നമ്മൾ RMS വാല്യൂ കാണാനാണ് പറഞ്ഞത്. IRMS എന്ന് പറയുമ്പോൾ ERMS ഡിവൈഡ് ബൈ Z. അപ്പോ Z എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഇവിടെ RN ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്, ERMS എന്ന് പറയുമ്പോൾ 6 ആണ്. ദെൻ 0.5 Z എന്ന് പറയുമ്പോൾ 0.5. then RMS value of current എന്ന് പറയുമ്പോൾ 12 ampere. ഓക്കെ, ദാറ്റ്സ് ഓൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ആ ഒരു വേർഡ് ഉണ്ട്, ഇൻ ഫേസ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന് നമുക്ക് എന്താ, ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് മാറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ റെസിസ്റ്റർ ഓഫ് 50 ohm and a resistor of 50 ohm, an inductor of 20 pi Henry, and a capacitor of 5 pi microfarad are connected in series to a voltage supply of 230 volt 50 Hz. Find the impedance of circuit. ഇംപെഡൻസ് കാണാനാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് റെസിസ്റ്റൻസും എന്താണ്, കപ്പാസിറ്റൻസും ദെൻ ഇൻഡക്റ്റൻസും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇംപെഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും കാണണം. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെയും കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെയും ഇക്വേഷൻസ് നമുക്കറിയാം. XL എന്ന് പറയുന്നത് 2πfL ആണ്. F ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, L നമുക്ക് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. 2π ഇൻറ്റു 50, F എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. ദെൻ L എന്ന് പറയുന്നത് 20/π ആണ് കേട്ടോ. സോ XC എന്ന് പറയുമ്പോൾ അത് ആൻസർ എന്ത് കിട്ടി, 2π ഇൻറ്റു 50 ഇൻറ്റു 20/π. പൈയും പൈയും ക്യാൻസൽ ആയി. ദെൻ എന്ത് കിട്ടി, ലാസ്റ്റ് ആൻസർ 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10. ദെൻ ബാക്കി 2 zeros ഇൻറ്റു 2, ദാറ്റ് മീൻസ് 2000. ഓക്കെ, അപ്പൊ XL കിട്ടി. ദെൻ XC എന്ന് പറയുമ്പോൾ 1/2πfc. അതും ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിടുമ്പോൾ നമുക്ക് 2000 ഓം കിട്ടും. ദെൻ Z എന്ന് പറയുന്നത് R+XL-XC² ആണ്. പക്ഷെ രണ്ട് XL XCയും സെയിം ആണ്. സോ Z എന്ന് പറയുമ്പോൾ √50². എന്ന് പറയുമ്പോൾ 50. ഇപ്പൊ XL XC ഈക്വൽ ആവുന്ന ആ ഒരു ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്ന പേരെന്താ, റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A series circuit with L equal to 0.12 Henry and C equal to 0.48 millifarad and R equal to 25 ohm is connected to a 220 volt variable frequency power supply. At what frequency is the circuit current is maximum? ഏത് ഫ്രീക്വൻസിയിലാണ് സർക്യൂട്ട് കറണ്ട് മാക്സിമം ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് റിയാക്ടൻസ്. അപ്പൊ കറണ്ടിന്റെ കാര്യം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
എക്സ്പ്ലനേഷനിൽ നോക്കിക്കേ. എഫ് ആർ ഈക്വൽ ടു ഇത് നമ്മൾ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന എപ്പോഴാണ് എസ് എല്ലും എക്സിയും കൂടി ഈക്വൽ ആയി, അതായത് അവിടെ ഒരു റെസൊണൻസ് എക്സ് എല്ലും എക്സിയും കൂടി ഈക്വൽ ആയാലും നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ഇമ്പഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇമ്പഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? Z ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. അപ്പോ സെഡിന്റെ വാല്യൂ മിനിമത്തിൽ വരുമ്പോഴാണ് എന്ത് വരിക? കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആവുന്നത്. അപ്പൊ ഈ സെഡിന്റെ വാല്യൂ, അതായത് ഇംപെഡൻസ് വാല്യൂ എപ്പോഴാണ് മിനിമം ആവുന്നത്? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവുന്ന ആ ഒരു കേസ്, അതായത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവുന്നത് എപ്പോഴാണ്? എഫ് ആറിലാണ്, അതായത് റെസൊണന്റ് ഫ്രീക്വൻസിയിലാണ്. എക്സ് എല്ലും എക്സിയും ഈക്വൽ ആവുമ്പോൾ എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്നുള്ള ടേം എന്തായി പോകും? 0 ആയി പോകും. ദെൻ സെഡ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ എന്ന് വരും. ദാറ്റ് മീൻസ് സെഡ് ഈക്വൽ ടു ആർ എന്ന് വരും. ഈ ഒരു കേസിലാണ്, റെസൊണന്റ് ഫ്രീക്വൻസിയിലാണ് എന്ത് വരുന്നത്? ഐ എന്ന് പറയുന്നത് മാക്സിമം വരുന്നത്. അത് ആലോചിച്ച് വെക്കുക. സോ അപ്പൊ നമുക്ക് ഏത് ഇതിലാണ്, അപ്പോൾ എഫ് ആർ എത്രയാണെന്നുള്ളത് കാണാനാണ് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എഫ് ആറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/2π√LC ആണ്. സോ ഇക്വേഷനിൽ എല്ലും സിയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 3.14, റൂട്ട് ഓഫ് എൽ എന്ന് പറയുന്നത് 0.12 ഇൻറ്റു സി എന്ന് പറയുന്നത് 0.48 ഇൻറ്റു 10⁻³ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ എഫ് ആർ ഈക്വൽ ടു 21 ഹെർട്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ട് റെസൊണന്റ് ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ടൈപ്പ് ഓഫ് പവർ ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ എൻ എ സി സർക്യൂട്ടിൽ? എ സി സർക്യൂട്ടിൽ എത്ര ടൈപ്പ് ഓഫ് പവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഡയറക്റ്റ് ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ട് പറയാം. In an AC circuit, we can define three type of powers, namely instantaneous power, average power, and apparent power. Okay, a circuit element produces or dissipates എന്താണ്? ഏതൊക്കെ പവർ ഉള്ളതെന്ന് കണ്ടു. ആവറേജ് പവർ, ഇൻസ്റ്റന്റേനിയസ് പവർ ആൻഡ് അപ്പാരന്റ് പവർ. അത് എന്ന് പറയുന്ന ഒരു പവറിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എന്തിന്? പി ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നുള്ള ഒരു ഇതിന് ഇക്വേഷൻ അക്കോർഡിങ്സ് ആയിട്ടാണ് അവിടെ പവർ ഡിസിപ്പേഷൻ നടക്കുന്നത്. ഐ എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ എലമെന്റ് ആൻഡ് വി ഇസ് ദ വോൾട്ടേജ് across it. Okay, then next ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പവർ ഫാക്ടർ ഫോർ എ സീരീസ് LCR സർക്യൂട്ട്? സീരീസ് LCR സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ദെൻ ജസ്റ്റ് നോക്കാം. അപ്പോൾ സീരീസ് LCR സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? Z ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. ആൻഡ് കോസ് പൈ എന്ന് പറയുന്നത് എന്താണ്? R/Z ആണ്. ഓക്കെ. അപ്പോൾ റെസൊണൻസിൽ എന്താണ്? എക്സ് എൽ എക്സ് സി ഈക്വൽ ആണ്. സോ Z ഈക്വൽ ടു R ആയിരിക്കും. സോ ദ ടോട്ടൽ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഓൺലി ഡ്യൂ ടു എന്താണ്? അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഓൺലി ഡ്യൂ ടു റെസിസ്റ്റർ ആണ്. The phase angle between voltage and current is 0. Therefore, power factor of factor cos phi equal to 1. മറ്റേ റെസൊണൻസ് ഫ്രീക്വൻസിയിലുള്ള കാര്യമാണ് പറയുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നമുക്കറിയാം കോസ് പൈ എന്ന് പറയുന്നത് LCR സർക്യൂട്ടിന്റെ കോസ് പൈ എന്ന് പറയുന്നത് R/Z ആണ്. റെസൊണൻസ് സർക്യൂട്ടിലുള്ള Z എന്ന് പറയുന്നത് എന്താണ്? R തന്നെയാണ്. അപ്പോൾ കോസ് പൈ എന്ന് പറയുമ്പോൾ 1 power factor cos phi 1 means power factor equal to 1. Then next question like പോവാം. The power in an AC circuit contains an inductor of 30 millihenry, a capacitor of 300 microfarad, and a resistor of 70 ohm, and an AC source of 24 volt 60 hertz.
കാൽക്കുലേറ്റ് ദ എനർജി ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ഇൻ 1000 സെക്കൻഡ്സ്. 1000 സെക്കൻഡ്സിലുള്ള എനർജി ഡിസിപ്പേഷൻ ആണ് ചോദിക്കുന്നത്. ആ സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്? ഒരു 30 മില്ലി ഹെൻറി ഇൻഡക്ടർ ഉണ്ട്, 300 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്, ആൻഡ് റെസിസ്റ്റർ ഓഫ് 70 ഓം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 സെക്കൻഡ്സിൽ ഉണ്ടാകുന്ന എനർജി ഡിസിപ്പേഷൻ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷനിലേക്ക് നോക്കിക്കേ. നമുക്കറിയാം പി ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ആണ്. ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ്. അപ്പോൾ കോസ് ഫൈ ഇവിടെ ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ആർ ബൈ സെഡ് ആണ് കോസ് ഫൈ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇൻ എൽ സി ആർ സർക്യൂട്ട് കോസ് ഫൈ ഈക്വൽ ടു ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ വി ആർ എം എസ് ഡിവൈഡ് ബൈ സെഡ് എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ പി ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിവൈഡ് ബൈ സെഡ് ആണ്. ഓക്കെ, ജസ്റ്റ് എടുത്ത് മാറ്റി എഴുതി കാണിക്കാം. കോസ് ഫൈ എന്ന് പറയുന്നത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, സോറി, ആർ ബൈ സെഡ് ആണ്. അപ്പോൾ എൽ സി ആർ സർക്യൂട്ടിലെ കോസ് ഫൈ എന്താണ്? ആറിൽ, അതായത് ഒരു റെസിസ്റ്റന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് എന്ത് എഴുതാം? വി ആർ എന്ന് എഴുതാം. ദെൻ സെഡിന് അക്രോസ് ഉള്ളത് വി എന്ന് എഴുതാം. സോ വി ആർ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു ആർ ആണ്. ദെൻ ഡിവൈഡ് ബൈ ഈ വി എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു സെഡ് ആണ്. നമുക്ക് അറിയാം ഓംസ് ലോ പ്രകാരം എന്താണ്? വി ഈക്വൽ ടു ഐ ആർ ആണല്ലോ. ജസ്റ്റ് അത് എഴുതിയെന്ന് മാത്രം. ആറിന് പകരം എന്താണ്? ആറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വി ആർ. വി ആറിനെ നമ്മൾ എന്ത് എഴുതി? ഐ ഇൻറ്റു ആർ എന്ന് എഴുതി. ദെൻ ഡിവൈഡ് ബൈ വി ഇൻറ്റു, ദെൻ ഡിവൈഡ് ബൈ എന്താണ്? വി. വിനെ നമ്മൾ എന്താക്കി? ഐ ബൈ സെഡ് എന്ന് എഴുതി. അപ്പോൾ അത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നതാണ്? കോസ് ഫൈയിലേക്ക് മാറ്റി എഴുതാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. വി ആർ എം എസ് ഈക്വൽ വി ആർ എം എസ് ഇൻറ്റു, നമുക്ക് പി എന്ന് പറയുന്നത് എന്താണ്? വി ആർ എം എസ് ഇൻറ്റു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണല്ലോ. അപ്പോൾ ഐ ആർ എം എസിന് പകരം വി ആർ എം എസ് ഡിവൈഡ് ബൈ സെഡ് എന്ന് എഴുതി. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഡിവിഷൻ കൊടുത്തിട്ടില്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ദെൻ കോസ് ഫൈക്ക് പകരം ആർ ബൈ സെഡ് എന്ന് എഴുതി. ദെൻ നമുക്ക് വി ആർ എം എസ് ഇൻറ്റു വി ആർ എം എസ് ആവുമ്പോൾ എന്ത് വരും? വി ആർ എം എസ് സ്ക്വയർ. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ആർ ബൈ സെഡ്, അതായത് വി ആർ എം എസ് ഐന്റെ വി ആർ എം എസ് ഡിവൈഡ് ബൈ സെഡിലെ സെഡും ബാക്കി ആർ ബൈ സെഡിലെ സെഡും കൂടി കൂട്ടിയിട്ട് സെഡ് സ്ക്വയർ. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ജസ്റ്റ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, സോറി. ദെൻ ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ വി ആർ എം എസ് എന്ന് പറയുന്നത് 24 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 70 ഓം ആണ്, ഇൻഡക്ടൻസ് 30 മില്ലി ഹെൻറി ആണ്. മില്ലി ഹെൻറി എന്ന് പറയുമ്പോൾ 10⁻³ നമ്മൾ മാറ്റി എഴുതും. ഓക്കെ, ദെൻ കപ്പാസിറ്റൻസ് 300 മൈക്രോ ഫാരഡ് ആണ്. ദെൻ എക്സ് എല്ലിന്റെ വാല്യൂ നമ്മൾ 2π എഫ് ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് 3, ഇവിടെ 20ക്ക് പകരം 30 ആട്ടോ. 30 ഇൻറ്റു എഫ് എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. ദെൻ എൽ എന്ന് പറയുന്നത് എന്താണ്? 30 മില്ലി ഹെൻറി ആണ്. സോ എക്സ് എൽ എന്ന് പറയുമ്പോൾ 11.304. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എൽ കിട്ടി. ദെൻ നമുക്ക് എന്ത് കാണണം?
എക്സ് കാണാനുണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് 1/2. ഈ ഒരു ക്വസ്റ്റ്യനിൽ ത്രൂ ഔട്ട് പ്രിന്റിംഗ് മിസ്റ്റേക്ക്, അതായത് ഡിവിഷന്റെ ടേം ടേം എന്നല്ല, സിമ്പിൾ കട്ടായി പോയിട്ടുണ്ട്. സോ എക്സ് എന്ന് പറയുമ്പോൾ 1/2π FC. ദെൻ ഇക്വേഷനിൽ 1/12π അല്ല 1/2π എന്നാണ്. 1/2π ഇൻറ്റു എഫ് എന്ന് പറയുന്നത് 60. ദെൻ കപ്പാസിറ്റൻസിന്റെ 300 മൈക്രോഫാരഡ്. മൈക്രോനെ നമ്മൾ 10⁻⁻6 കൺവേർട്ട് ചെയ്തു. ദെൻ എക്സ് ഈക്വൽ ടു 8.846 എന്ന് കിട്ടി. സോ LCR സർക്യൂട്ടിൽ സെഡ് നമുക്ക് എന്ത് ചെയ്യാം, 6 തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുത്തിട്ട് LCR സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തതാണ്. ഇമ്പിഡൻസ് എന്ത് കിട്ടി, 70 ഓം കിട്ടി. ഓക്കെ, അപ്പോൾ എനർജി യൂസ്ഡ് ഇൻ 1000 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പി ആവറേജ് എനർജി എന്ന് പറയുമ്പോൾ പവർ ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ പി ആവറേജ് ഇൻറ്റു ടി അതെന്ന് പറയുമ്പോൾ V²RM. നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ ലാസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്ത ഇക്വേഷന് V²RMS ഇൻറ്റു R ഡിവൈഡ് ബൈ Z² ഇൻറ്റു. അപ്പൊ നമുക്കിവിടെ V²RMS വാല്യൂ പി അറിയാം, R അറിയാം, Z അറിയാം. അത് ഫുൾ എല്ലാതും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാണ് 24², അതായത് VRMS². R എന്ന് പറയുന്നത് 70. ദെൻ Z² എന്ന് പറയുമ്പോൾ 70² ഇൻറ്റു 70² ഇൻറ്റു ടി ആണ് 1000 എന്ന് പറയുന്നത്. 8.22 into 10⁻³ joule. Therefore, the energy dissipated in the circuit at 1000 seconds is 8.22 into 10⁻³ joule ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ ദാറ്റ്സ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ആ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഓൾ. സംശയം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക, ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ക്ലാസ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്.